ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. NPTEL 12 വീക്ക് കോഴ്സിൻ്റെ ഹോൾ ടിക്കറ്റ് റിലീസായിട്ടുണ്ട്. 8 വീക്സിൻ്റെ കാര്യം അറിയത്തില്ല കേട്ടോ. 12 വീക്സിൻ്റെ ഹോൾ ടിക്കറ്റ് റിലീസായി. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർഫേസിൽ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ്. ഇതിൽ നമ്മളുടെ ഇമെയിൽ ID ചോദിക്കും. നിങ്ങൾ ഏത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്താണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് പാസ്വേഡ് എല്ലാവർക്കും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ year-month-date ഇങ്ങനെ വേണം കൊടുക്കാൻ. പിന്നെ ഇയർ ആണെങ്കിൽ അത് 4 ഡിജിറ്റ് ആണ്, മന്തും ഡേറ്റും 2 ഡിജിറ്റിൽ വേണം കൊടുക്കാൻ. ഇതൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഡീറ്റെയിൽസൊക്കെ കാണിക്കും. നമ്മളുടെ കോഴ്സ് നെയിം, എക്സാം ഡേറ്റ്, പിന്നെ സെഷൻ ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്ന് കാണിക്കും. പിന്നെ എക്സാം ടൈപ്പ്, എക്സാം സെൻറ്ററിൻ്റെ പേര്, സെൻറ്ററിൻ്റെ അഡ്രസ്സ്, ഇതെല്ലാം തന്നെ ഇതിൽ കാണിക്കും. പിന്നെ ഇതിൽ ഹോൾ ടിക്കറ്റ് അതിൻ്റെ താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഹോൾ ടിക്കറ്റിലാണെങ്കിൽ നമ്മളുടെ റിപ്പോർട്ടിംഗ് ടൈം, നമ്മളുടെ റോൾ നമ്പർ, നമ്മളുടെ സീറ്റിംഗ് നമ്പർ ഇതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ റിപ്പോർട്ടിംഗ് ടൈം 8 AM ആണ്. ഫോർനൂൺ സെഷൻ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് ടൈം 8 AM. ഗേറ്റ് 9:30 ക്ലോസ് ആക്കും. എക്സാം ടൈം 9 AM ആണ്. 9 AM തൊട്ട് 12 PM വരെ ഉണ്ട് എക്സാം ടൈമിംഗ്. ആൻഡ് ഇതിൽ ഹോൾ ടിക്കറ്റിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി വേണം. ഹോൾ ടിക്കറ്റ് പ്ലസ് എന്തെങ്കിലും ഒരു ഒറിജിനൽ കോപ്പി എടുക്കണം. ലൈക്ക് വോട്ടർ ID, പാൻ കാർഡ്, ആധാർ കാർഡ്, കോളേജ് ID, എംപ്ലോയി ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ID എടുക്കാം. ഒറിജിനൽ ID, അതിൻ്റെ കോപ്പി പ്ലസ് ഹോൾ ടിക്കറ്റ്, ഇതൊക്കെയാണ് നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ എടുക്കാനുള്ളത്. പിന്നെ നമ്മൾ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മളുടെ പേര്, സൈൻ എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. ഈ ഹോൾ ടിക്കറ്റ് PDF എങ്ങനെയാണോ ഉള്ളത് അത് കംപ്ലീറ്റ് നമ്മളുടെ പ്രിൻറ്റിലോ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. പിന്നെ 8 AM ആണ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞേക്കുന്നത്. 8:50 നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. 9 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 10:30 ആകുമ്പോൾ സബ്മിറ്റ് ബട്ടൺ എനേബിൾ ആവും. 12 PM എക്സാം എൻഡ് ആവും. പിന്നെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ വെരിഫിക്കേഷനൊക്കെ നടക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സീറ്റിങ്ങിലോട്ട്, നമ്മളുടെ ഹാളിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നത്. പിന്നെ നമ്മൾ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ അവർ തന്നെ നമുക്ക് A4 ഷീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിൽ നമ്മളുടെ പേര്, റോൾ നമ്പർ ഇതൊക്കെ എഴുതിയിട്ട് വേണം അത് റഫ് ഷീറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പെൻ അവിടെ പ്രൊവൈഡ് ചെയ്യത്തില്ല. നമ്മൾ പെന്നും കൂടി എടുത്തിട്ട് പോകണം. പെൻ ഓർ പെൻസിൽ നമുക്ക് കൊണ്ടുപോവാം. പിന്നെ വാട്ടർ നമ്മൾ തന്നെ എടുക്കണം. എന്നത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായിരിക്കണം. പിന്നെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ അറ്റയറിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഷോർട്സ് ഒക്കെ അലൗഡ് അല്ല എന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റർ സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറിൽ തന്നെ ഓൺ സ്ക്രീൻ കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ അതൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എക്സാം ഹാളിൻ്റെ അകത്ത് നമുക്ക് നോൺ ഇലക്ട്രോണിക് വെഹിക്കിൾ കീസ് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മളുടെ വാട്ടർ കൊണ്ടുപോകണം. ഡ്രിങ്കിങ് വാട്ടർ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായിരിക്കണം. and വേണമെങ്കിൽ നമുക്ക് സാനിറ്റൈസറും കൂടി എടുക്കാം. അകത്ത് കൊണ്ടുപോകാൻ പെർമിഷൻ അല്ലാത്തതാണ് വാച്ച്, വാളറ്റ്, മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത് ഡിവൈസസ്, മൈക്രോഫോൺസ്, പേജസ്, ഹെൽത്ത് ബാൻഡ്സ്, ഇങ്ങനെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, പിന്നെ പ്രിൻ്റഡ് ഓർ ഹാൻഡ് റിട്ടൺ പേപ്പർ, ലോക്ക് ടേബിൾ, ഇതൊന്നും നമുക്ക് അകത്ത് അലൗഡ് അല്ല. അപ്പോൾ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മാൻഡേറ്ററി എന്ന് പറയുന്നത് നമ്മളുടെ ഹോൾ ടിക്കറ്റും ഒറിജിനൽ ഫോട്ടോ, ID കാർഡ്. പിന്നെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ ഹോൾ ടിക്കറ്റ് ഇൻവിജിലേറ്ററിനോട് റിട്ടേൺ ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യാനുള്ള റീസൺ. പിന്നെ എക്സാം സെൻറ്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്ററിനോട് അപ്പം തന്നെ ഇൻഫോം ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.